എല്ലാവർക്കും ഹിസ്റ്ററിയിലെ PYQസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് ഡയറക്റ്റ് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, അടുത്ത ചോദ്യം. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1936 ആണ് കേട്ടോ. ഏതാണ്? 1936 ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം ഓരോന്നും ഏത് വർഷം നടന്നതെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, പുന്നപ്ര വയലാർ സമരം ഏത് വർഷമാണ്? 1946 ഇത് നടന്നത്, പുന്നപ്ര വയലാർ സമരം. ഇനി കൊച്ചി സംസ്ഥാന രൂപീകരണം, അത് നമുക്കറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞു 1949 ഇത് കൊച്ചി സംസ്ഥാന രൂപീകരണം നടന്നത്. ഇനി വാഗൺ ട്രാജഡി ആണെങ്കിലോ അത് 1921 ഏതാണ്? 1921. ഇനി കയ്യൂർ ലഹള എപ്പോഴാണ്? 1941 എപ്പോഴാണ്? 1941. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യം നടന്ന ഏതാണ്? ഏതാണ്? വാഗൺ ട്രാജഡി, അത് കഴിഞ്ഞിട്ട് കയ്യൂർ ലഹള, പിന്നീട് പുന്നപ്ര വയലാർ സമരം, അതിനുശേഷമാണ് കൊച്ചി സംസ്ഥാന രൂപീകരണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റുകൾ പരിഗണിക്കുക എന്നിട്ട് ഇതിൽ നിന്ന് എഴുതുക. എന്താണ്? നമുക്കിത് 1857 ഓരോ സ്ഥലങ്ങളിൽ വെച്ചിട്ടും ഈ വിപ്ലവത്തിന് മുൻകൈ എടുത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പൊ റാണി ലക്ഷ്മിബായി എവിടെയുള്ളതാണ്? റാണി ലക്ഷ്മിബായി ഝാൻസി. എവിടെയാണ്? ഝാൻസിയിലാണ് റാണി ലക്ഷ്മിബായി. നാനാ സാഹിബ് ആണെങ്കിലോ നാനാ സാഹിബ് കാൺപൂർ ആണ് കേട്ടോ. ആരാണ്? നാനാ സാഹിബ് കാൺപൂർ. ഇനി കൻവർ സിംഗ് എവിടെയാണ്? എവിടെയാണ്? കൻവർ സിംഗ് ആറ. ബഹദൂർ ഷാ സഫർ എവിടെയാണ്? ഡൽഹി. എവിടെയാണ്? ഡൽഹിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഇവിടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം ഏതാണ്? നേരത്തെ ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം ഏതാണ്? നിസ്സഹകരണ സമരല്ലേ? ഏതാണ്? നിസ്സഹകരണ സമരമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? നിസ്സഹകരണ സമരം ആണ് ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ നവതി അല്ലെങ്കിൽ 90 വർഷമാണ് 2021? ഏതാണ്? ഏത് സംഭവത്തിന്റെ നവതി അല്ലെങ്കിൽ 90 വർഷമാണ് 2021? ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നവതിയാണ് എപ്പം? 2021 ഉണ്ടായിരുന്നത്. ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ രാജാറാം മോഹൻ റോയിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏതാണ്? ബ്രഹ്മസമാജം ആരാണ്? നമുക്കറിയാം രാജാറാം മോഹൻ റോയ് ആണ് സമാജം സ്ഥാപിച്ചത്. ഇനി തുഹ്ഫത്തുൽ മുവാഹിദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഇതും നമ്മൾ കുറച്ചു മുന്നേ വേറൊരു ചോദ്യം കണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ രചനകളിൽ നമ്മൾ കണ്ടതാണ് ഇത്, തുഹ്ഫത്തുൽ മുവാഹിദീൻ. ഇനി 1829 അദ്ദേഹം സതി നിർത്തലാക്കി എന്ന് പറയുന്നത് തെറ്റാണ്. 1829 തന്നെയാണ് സതി നിർത്തലാക്കിയത്. പക്ഷേ സതി നിർത്തലാക്കിയത് ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ്. വില്യം ബെന്റിക് പ്രഭു ആണ് എന്ത്? സതി നിർത്തലാക്കിയത്. ആരാണ്? വില്യം ബെന്റിക് പ്രഭു ആണ് സതി നിർത്തലാക്കിയിട്ടുള്ളത്. ഇനി അദ്ദേഹം 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി എന്ന് പറയുന്നതും ശരിയാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ തെറ്റ് ഏതാണ്? ഇത് മാത്രമാണ്. ഇത് സതി നിർത്തലാക്കിയത് അദ്ദേഹം അല്ല. അദ്ദേഹം അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷെ നിർത്തലാക്കിയത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക്
നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ എന്താണ്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അത് വാസ്കോഡ ഗാമയാണ്. ആരാണ്? വാസ്കോഡ ഗാമയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ആരാണ്? ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ്? 1858. ഓർത്തു വെക്കുക, 1858 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. അടുത്ത ചോദ്യം, ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? എന്താണ്? ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ആരുടെ കാലത്താണ്? അത് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ് ഏത് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? അത് ബ്രഹ്മ സമാജമാണ്. ഏതാണ്? ബ്രഹ്മ സമാജം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? എന്താണ്? ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏതാണ്? 1815. എപ്പോഴാണ്? 1815 ആത്മീയ സഭ രൂപീകരിച്ചിട്ടുള്ളത്. ഏത് വർഷമാണ്? 1815. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം എന്താണ്? ഗാന്ധിജി, അത് അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് എന്ത്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യ സത്യാഗ്രഹം. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ആരാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണ്? അക്കാമ ചെറിയാൻ. ആരാണ്? അക്കാമ ചെറിയാനാണ് എന്ത്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വനിത ആരാണ്? അക്കാമ ചെറിയാൻ. ആരാണ്? അക്കാമ ചെറിയാൻ. അടുത്തത്, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? എന്താണ്? 1909. എപ്പോഴാണ്? 1909 അയ്യങ്കാളി ആദ്യത്തെ കർഷക സമരം കേട്ടോ. ഏതാണ്? ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? അത് വെങ്ങാനൂരാണ്. എവിടെയാണ്? വെങ്ങാനൂരാണ് 1909 അയ്യങ്കാളി ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. ഓക്കെ. അടുത്ത ചോദ്യം, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ഏതാണ്? 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം വൈകുണ്ഠ സ്വാമി. ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ് എന്ത്? 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ചത്. ആരാണ്? വൈകുണ്ഠ സ്വാമി. ഓക്കെ. അടുത്ത ചോദ്യം, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എന്താണ്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നാണ്? ശരിയായിട്ടുള്ള ഉത്തരം തലശ്ശേരിയാണ് കേട്ടോ. തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് എന്ത്? ഈ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. അടുത്തത്, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്? ഏതാണ്? 1797 എന്ത്? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത്. ഏത് വർഷമാണ്? 1797. ഓക്കെ. ഓക്കെ. അടുത്ത ചോദ്യം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. ഏതാണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ഉണ്ടായ കലാപമാണ് ഇത് അഞ്ചുതെങ്ങ് കലാപം. ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. ഓക്കെ. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏതാണ്? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പുരളിമല എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ഏതാണ്? പഴശ്ശി വിപ്ലവം. ഏതാണ്? പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് ഏത്? പുരളിമല. ഏതാണ്? പുരളിമല. അടുത്തത്,
ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? 1930 ഏതാണ്? 1930 എന്ത് ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ചത് ഏതാണ്? 1930. അടുത്തത് വസ്ത്രധാരണ രീതിയിൽ നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്താണ്? വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. ആരാണ്? അയ്യങ്കാളിയാണ് എന്ത് കല്ലുമാല സമരം സംഘടിപ്പിച്ചത്. ആരാണ്? അയ്യങ്കാളി. അടുത്തത് 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ്? 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂരാണ് ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ടത്. ഓക്കെ. അടുത്തത് സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ്? അരുവിപ്പുറം അല്ലെ? എവിടെയാണ്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അരുവിപ്പുറം ആണ് കേട്ടോ. എവിടെയാണ്? അരുവിപ്പുറം. അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? അത് മലബാർ ആണ്. ഏതാണ്? മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മലബാർ. ഓക്കെ. അടുത്ത ചോദ്യം, മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? ഓക്കെ. മലബാറിൽ 1930 ഏത് വർഷമാണ്? മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? അത് പയ്യന്നൂരാണ്. എവിടെയാണ്? പയ്യന്നൂരാണ് 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം. ഏതാണ്? പയ്യന്നൂർ. അടുത്തത്, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ഏതാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണിത് സവർണ ജാഥ നയിച്ചത്. ആരാണെന്ന് ചോദിച്ചാൽ സവർണ ജാഥ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ചാന്നാർ ലഹള. ഏതാണ്? മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ചാന്നാർ ലഹള. ഏതാണ്? ചാന്നാർ ലഹള. അടുത്തത്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ഏതാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? അത് ആരാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. ആരാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് ആര്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ ആദ്യ പ്രസിഡന്റ്. മണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്. നേരത്തെ നമ്മൾ ഇതേ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതില് എന്താ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ കുറച്ച് മുന്നേ ഒരു ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ ആണ്. ആരാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അടുത്തത്, 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? അറിയാം നമുക്ക്, രാമൻ നമ്പി. ആരാണ്? രാമൻ നമ്പിയാണ് എന്ത് 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്. ആരാണ്? രാമൻ നമ്പി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം എഴുത്. ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം നടന്ന ഏത് വർഷമാണ്? 1924. ഏത് വർഷമാണ്? 1924. ഇനി ചാന്നാർ ലഹള 1859 കേട്ടോ. ഏത് വർഷമാണ്? 1859 ചാന്നാർ ലഹള. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോഴാണ്? 1936. എപ്പോഴാണ്? 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ഇനി മലബാർ കലാപം 1921. ഓക്കെ. അപ്പം ആദ്യം നടന്ന ഏതാണ്? ചാന്നാർ ലഹള അല്ലെ? 2. അതിനുശേഷം
മലബാർ കലാപം അല്ലെ. അപ്പം ഓപ്ഷൻ ബി ആണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഓക്കെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യം ആണ് അല്ലെ. അത് ശരിയാണ്. എന്ത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ഏതിന്റെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യം ആണ്. എന്ത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇനി ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 ആണോ? അല്ല, 1921 അല്ല, 1919 എന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് അല്ലെ, ദുരന്തം നടന്നത്. അപ്പം അതെവിടെയാണ്? ഇത് തെറ്റാണ് കേട്ടോ. ഇനി 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അതും എന്താണ്? ശരിയാണ്. ഓക്കെ, ഇനി രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു എന്ന് പറയുന്നതും ശരിയാണ്. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 3, 4 ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ സി. ഏതാണ്? 1, 3, 4. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? ഏതാണ്? താഴെ കൊടുത്തതിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്, അത് ശരിയാണ്. ഏതാണ്? റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്. ഇനി ഏപ്രിൽ തിസീസ് BI ലെനിൻ, അതും ശരിയാണ്. ഏത്? ഏപ്രിൽ തിസീസ് എന്ന് പറയുന്നത് BI ലെനിൻ. ഇനി സ്പിരിറ്റ് ഓഫ് ലോ, അത് വോൾട്ടയർ ആണോ? അല്ല, അത് ആരാണ്? വോൾട്ടയർ അല്ല, ആരാണ്? മോണ്ടസ്ക്യൂ ആണ് കേട്ടോ. ആരാണ്? മോണ്ടസ്ക്യൂ ആണ് എന്ത്? സ്പിരിറ്റ് ഓഫ് ലോ. ഏതാണ്? മോണ്ടസ്ക്യൂ. ഇനി ലോങ് മാർച്ച് മാവോ സേതുവും, അതും ശരിയാണ്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഏതാണ്? 3 മാത്രമാണ്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് മോണ്ടസ്ക്യൂ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനുമായി ബന്ധപ്പെട്ടത് ശരിയായ പ്രസ്താവന. ഏതാണ്? ആരെ പറ്റിയാണ്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ആരാണ്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ശരിയാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണിത് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. 1988 ജനുവരി 20 അന്തരിച്ചു എന്ന് പറഞ്ഞതും ശരിയാണ്. ഇദ്ദേഹം മരിച്ചപ്പോഴാണ് 1988 ജനുവരി 20. 1987 ഭാരതരത്നം ലഭിച്ചു എന്ന് പറയുന്നതും ശരിയാണ്. ഓക്കെ, ഇനി ഗുദായ് ഖിദ്മത്ത് ഗാർ എന്ന സംഘടന രൂപീകരിച്ച ആരാണ്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ് കേട്ടോ. ഏതാണ്? ഗുദായ് ഖിദ്മത്ത് ഗാർ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചതും ആരാണ്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ്. അപ്പം ഇതിൽ എല്ലാം ശരിയാണ്. എന്താണ്? എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ്? ഇതിൽ ശരിയായത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് സമത്വ സമാജം. ഏതാണ്? സമത്വ സമാജം അയ്യങ്കാളി. ഓക്കെ, ആണ്. ശരിയാണോ? ആരാണ് സമത്വ സമാജം? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഏതാണ്? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ ആണ്. ഇനി ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ശരിയാണ്. സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു ആണോ? അല്ല, അതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അയ്യപ്പൻ. ആരാണ്? സഹോദരൻ അയ്യപ്പൻ ആണെന്ത്? സഹോദര പ്രസ്ഥാനം. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഇനി യോഗക്ഷേമ സഭ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ. ആരാണ്? യോഗക്ഷേമ സഭ. ഏതാണ്? VT ഭട്ടതിരിപ്പാട്. അപ്പം ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി. 2ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഏതാണ്? 2ഉം 4ഉം മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ഏതാണ്?
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഒന്ന് മാത്രമാണ് ഇതിൽ ഉൾപ്പെടാത്തത്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു എന്നത് എന്തിൽ ഉൾപ്പെട്ടിട്ടില്ല? ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല. ബാക്കി ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നത് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ഓക്കെ, പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. ഇനി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ് എന്ന് പറയുന്നതും എന്തിൽ പെട്ടതാണ്? മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ പെട്ടതാണ്. അപ്പം ഇതില് ഓപ്ഷൻ എ മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ്? ഞാനാണ് രാഷ്ട്രം, ലൂയി 11 ആണോ? ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 11 ആണോ? അല്ല. ആരാണ്? ലൂയി 14 കേട്ടോ. ലൂയി 14 എന്ത്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞിട്ടുള്ളത് ലൂയി 15 ശരിയാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആന്റോനറ്റ് ആണ്. അതും ശരിയാണ്. അപ്പം ഇതിൽ 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഓപ്ഷൻ ബി ആണ്. 6 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വിദ്യാപോഷണി സഭ സ്ഥാപിച്ചത് ആര്? ഏതാണ്? വിദ്യാപോഷണി സഭ സ്ഥാപിച്ചത് ആര്? ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം സഹോദരൻ അയ്യപ്പൻ. ആരാണ്? സഹോദരൻ അയ്യപ്പൻ ആണ് എന്ത്? വിദ്യാപോഷണി സഭ സ്ഥാപിച്ചത്. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അടുത്തത്, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ ആണ് പറഞ്ഞതുള്ളത്. ഇതിൽ എന്താണ്? നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞത് ശരിയാണ്. ഇനി നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതും ശരിയാണ്. അപ്പൊ ഇവിടെ എന്താണ്? 2ഉം ശരിയാണ് കേട്ടോ. ഏതാണ്? 2ഉം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഏതാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ആരാണ്? അത് സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ് ഏത് സ്ഥാപിച്ചത്? ഈ സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. ആരാണ്? സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും. ഓക്കെ, അടുത്ത ചോദ്യം, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് 2 ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഇതിൽ ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? അത് ഗ്ലോറിയസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്ത്? ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് 2 ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും എന്ത് ചെയ്തു? അധികാരത്തിൽ വന്നു എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗ്ലോറിയസ് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കാലക്രമത്തിൽ എഴുതുക. 1. കൊച്ചി കുടിയായ്മ നിയമം ഏത് വർഷമാണ്? അത് 1914 കേട്ടോ. ഏത് വർഷമാണ്? കൊച്ചി കുടിയായ്മ നിയമം 1914. ഇനി മലബാർ കുടിയായ്മ നിയമമാണെങ്കിലോ അത് 1929 എന്നും പറയും 30 എന്നും പറയും. ഓക്കെ, 1929 അത് പാസ്സാക്കിയത്, 30 അത് പ്രാബല്യത്തിൽ വന്നത്. ഏത്? മലബാർ കുടിയായ്മ നിയമം. ഇനി പണ്ടാരപ്പാട്ട വിളംബരം എപ്പോഴാണ്? 1865. എപ്പോഴാണ്? 1865. ഇനി കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് 1967. അപ്പം ഇതിൽ കാലക്രമത്തിൽ എഴുതുകയാണെങ്കിൽ എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? അത് 3 അല്ലേ? 1, 2, 4 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്? ഏതാണ്? കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗം അല്ലാതിരുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ടി സുനന്ദാമ്മയാണ് കേട്ടോ. ആരാണ്? ടി സുനന്ദാമ്മ ആണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത്. ആരാണ്? ടി സുനന്ദാമ്മ. ഇനി എ വി കുട്ടിമാളു അമ്മ,
അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ ഇവരൊക്കെ എന്താണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. ആരൊക്കെയാണ്? AV കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വന്ദേ മാതരം ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏതാണ് വന്ദേ മാതരം ഏതു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അത് ഒരു ഉറുദു പത്രത്തിലാണ് കേട്ടോ. ഏതാണ് ഉറുദു പത്രമാണിത്. വന്ദേ മാതരം എന്ന് പറയുന്നത് ഒരു ഉറുദു പത്രം ആണ്. ഓക്കെ, ഇനി ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഏതാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? ഏതാണ്? അത് നാങ്കിങ് ഉടമ്പടിയാണ് കേട്ടോ. ഏതാണ് നാങ്കിങ് ഉടമ്പടി പ്രകാരമാണ് ഏത് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ചത്. ഏതാണ് നാങ്കിങ് ഉടമ്പടി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കുളച്ചൽ യുദ്ധം നടന്നത് 1748 എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. കുളച്ചൽ യുദ്ധം നടന്ന ഏത് വർഷമാണ്? 1741. അപ്പൊ അത് തെറ്റാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. അതും ശരിയാണ്. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരാണോ? അല്ല. ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലെ. ആരാണ്? പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയ വിദേശ ശക്തി. എവിടെ? എന്താണ്? കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയ ആരാണ്? വാസ്കോഡ ഗാമയാണ്. അപ്പം ആദ്യമായിട്ട് എത്തിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഡച്ചു ഗവർണർ ആയിരുന്ന വാൻഡിഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അതും ശരിയാണ്. അപ്പം ശരിയായത് ഏതെല്ലാമാണ്? ഏതാണ്? 2ഉം 4ഉം മാത്രമാണ് അല്ലെ. അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ ആണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഓർത്തു വെക്കുക, ചേറ്റൂർ ശങ്കരൻ നായർ ആണ്. ഏതാണ്? അമരാവതിയാണ് കേട്ടോ. ഏതിലാണ്? അമരാവതിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആരാണ്? ഏതാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആരാണ്? ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? VP മേനോൻ ആണ്. ആരാണ്? VP മേനോൻ ആണ് സർദാർ വല്ലഭായ് പട്ടേലിനെ ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് സഹായിച്ചിട്ടുള്ളത്. അടുത്തത്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഏതാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആരാണ്? റൂസോ. ആരാണ്? റൂസോ ആണ് എന്ത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അടുത്തത്, സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം. ഇതെന്തായിട്ടാണ്? ഇത് ഫ്രഞ്ച് അല്ല, ഇത് റഷ്യൻ വിപ്ലവമാണ്. ഏതാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി എനിക്ക് ശേഷം പ്രളയം, അതും എന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ശരിയായിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഏത്? 1ഉം 3ഉം മാത്രം. ഏതാണ്? 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? ഏതാണ്? ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് മഹാരാജ കേരള വർമ്മ ആണ്. ആരാണ്? മഹാരാജ കേരള വർമ്മ ആണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഓക്കെ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടത്? ഓക്കെ, ഏതാണ്? 1, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരം അല്ലെ. അത് മഹാത്മാഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തില് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം. അത് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ചമ്പാരൻ സത്യാഗ്രഹം ആണല്ലോ. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ? ബീഹാറിൽ ചമ്പാരനിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിലും മഹാത്മാഗാന്ധിജി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം, അതിലും എന്താണ്? ഗാന്ധിജി
ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇത് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം. ഇനി ചാന്നാർ ലഹളയോ? ചാന്നാർ ലഹളയിൽ ഗാന്ധിജി ഉൾപ്പെട്ടിട്ടില്ല. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? 1, 2, 3 ആണ് കേട്ടോ. ഏതാണ്? 1, 2, 3 മാത്രമാണ്. ചാന്നാർ ലഹളയിൽ ഗാന്ധിജി ഇല്ല. അടുത്തത്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത്? ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായത് ഏതാണ്? മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലിയാണ് കേട്ടോ. ആരാണ്? മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലിയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ. ആരാണ്? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹിസ്റ്ററിയിൽ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട്. അപ്പം ബാക്കി ചോദ്യങ്ങളും ഞാൻ ഓരോ വീഡിയോ ആയിട്ട് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇടുന്നതാണ്. ഓക്കെ, നമുക്ക് സമയമില്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.